അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം സംസ്കരിച്ചു. നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. തിരുവാണിയൂർ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. ശ്വാസകോശമടക്കമുള്ള അവയവങ്ങളിൽ വെള്ളം കയറി ഹൃദയാഘാതമുണ്ടായെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. കേസിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതക കാരണം വ്യക്തമായിട്ടില്ലെന്ന് റൂറൽ എസ്.പി. എം. ഹേമലത പറഞ്ഞു. കളമശ്ശേരി ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരുന്നത് അത്യാവശ്യം പൂർത്തിയായി. അപ്പോൾ ഇതിന് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തായിട്ട് ഇതിൽ വേറെ മോട്ടീവ്സ് ഉണ്ടോ ഇല്ല അതിനായിട്ടുള്ള തെളിവുകളുണ്ടോ നമ്മൾ കണ്ടെത്തണം. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവർ അവിടെ പുഴയിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഇപ്പോൾ ചേരുന്നു. രേഷ്മ, ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ മണിക്കൂറുകളാണ് കടന്നുപോയത് അല്ലേ? അതേ കൃഷ്ണരാജ്, ഒരു നാടൊന്നാകെ ആ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് പിതാവ് സുഭാഷിന്റെ മറ്റക്കുഴിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് എത്തിയത്. 4:53 കൂടി തന്നെയാണ് ആ സംസ്കാര ചടങ്ങുകൾ തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ നടന്നത്. അച്ഛൻ സുഭാഷ് അരികെ തന്നെ ഉണ്ടായിരുന്നു. ഉറ്റബന്ധുക്കളൊക്കെ തന്നെ അന്ത്യചുംബനം ഏകാനായിട്ട് ആ ശ്മശാനത്തിലും എത്തിയിരുന്നു. സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളും ഈ വിവരം കേട്ടറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. 4:10 കൂടി തന്നെയാണ് വീട്ടിൽ നിന്ന് മൃതശരീരം സംസ്കാര ചടങ്ങിനായിട്ട് പൊതുശ്മശാനത്തിലേക്ക് എടുത്തത്. എന്തായാലും നിലവിൽ കണ്ണീരോർമ്മയായിട്ട് കല്യാണി മാറിയിരിക്കുന്നു. ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് സന്ധ്യയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിയമപരമായിട്ടുള്ള നിയമാനുസൃത നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കാനായിട്ട് ഉള്ളത്. നിലവിൽ ഈ കുറ്റം ചെയ്തിട്ടുള്ള ഈ കൊലപാതകം ചെയ്തിട്ടുള്ള കുഞ്ഞിന്റെ അമ്മ സന്ധ്യയെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അങ്കമാലിയിൽ ജഡ്ജിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അന്വേഷണ സംഘം. കോടതിയുടെ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ജഡ്ജിന്റെ വീട്ടിൽ ഹാജരാക്കിക്കൊണ്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. നിലവിൽ ഈ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമ്മ തന്നെയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് സന്ധ്യ ഈ മൊഴി നൽകിയിട്ടുണ്ട്. എങ്കിലും കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നാണ് ആലുവ റൂറൽ എസ്.പി. എം. ഹേമലത വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കൊലപാതകത്തിന്റെ കാരണം ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ പ്രാഥമികമായിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ശ്വാസകോശത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്, ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ട്, മുങ്ങിമരണമാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എങ്കിലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആസൂത്രണത്തിലോ അതിനുശേഷം വിവരങ്ങൾ മറച്ചുവെക്കാനായിട്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ ആരുടെയെങ്കിലും സഹായം സന്ധ്യയ്ക്ക് ലഭിച്ചിരുന്നോ? ഇതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ അന്വേഷണ സംഘം ഇനി പരിശോധിക്കുവാനായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ തെളിവെന്നുള്ള രീതിയിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം പോലീസ് ഉന്നയിക്കുക. പ്രധാനമായിട്ടും തെളിവ് ശേഖരണത്തിനും കൂടുതൽ വ്യക്തതയ്ക്കും വേണ്ടിയിട്ട് സന്ധ്യയെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം പോലീസ് അപേക്ഷ നൽകിക്കൊണ്ട് തന്നെ ഉന്നയിക്കുക തന്നെ ചെയ്യും. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതായത് സന്ധ്യയുടെ ബന്ധുക്കളുടെ, അതോടൊപ്പം തന്നെ സുഭാഷിന്റെ മൊഴി, സുഭാഷിന്റെ വീട്ടുകാരുടെ മൊഴി, ഇതടക്കം പരിശോധിച്ചുകൊണ്ട് നേരത്തെയും കൊലപാതക ശ്രമം ഉണ്ടായിട്ടുണ്ടോ ഇതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. പിതാവ് സുഭാഷ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപും കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം സന്ധ്യയ്ക്കുണ്ടായിരുന്നു. മറ്റ് ബന്ധുക്കളും സമാനമായിട്ടുള്ള മൊഴി നൽകിയിട്ടുണ്ട്. അതായത് ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകാനായിട്ട് കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമം നേരത്തെ സന്ധ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉറ്റ ബന്ധു നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും നടപടികളിലേക്ക് പോലീസ് കടക്കുക. കൃഷ്ണരാജ്, ശരി. വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബു.